അതിൻ്റെ രക്തവർണ്ണവും നിഴൽച്ചാലുകളിലൂടെ ഒഴുകി ഇറങ്ങുന്ന സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ ചേർത്ത് ധ്യാനിച്ച് നമ്മൾ ഈ കുരിശുയാത്ര പൂർത്തിയാക്കി. ഈ യാത്രയിൽ നമ്മൾ ഒരാഴ്ച കൂടി പിന്നിടുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ബെത്ലഹേം പള്ളിയിൽ ഔദ്യോഗികമായി ഇങ്ങനെ ഏതെങ്കിലും കുർബാനയുടെയോ പ്രസംഗത്തിൻ്റെയോ ഒക്കെ ഒരു അവസരമായി ഞാൻ ആദ്യമായിട്ടാണ് പള്ളിയിൽ വിളിക്കുന്നത്. 2013 കുടുംബ കൂട്ടായ്മ ലീഡേഴ്സിനും ഒക്കെയായി ഇവിടെ വന്നിരുന്നത് ഓർക്കുന്നു. പിന്നീട് ഒരവസരത്തിൽ എൻ്റെ തന്നെ ഒരു ഉറ്റ സ്നേഹിതയായ സിസ്റ്റർ ജ്യോതി കോഴിക്കോടിൻ്റെ മാതാപിതാക്കളുടെ സംസ്കാരവും സിസ്റ്ററിൻ്റെ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഈ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ സാധിച്ചു. അതിനാൽ കർത്താവിൻ്റെ വചനം ഔദ്യോഗികമായി കർത്താവിൻ്റെ വചനത്തിൻ്റെ സംഗ്രഹം ഔദ്യോഗികമായി എനിക്ക് ബെത്ലഹേം ഇടവകയിൽ ഇന്ന് പ്രഘോഷിക്കാൻ കിട്ടുന്ന അവർണ്ണനീയമായ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പീഡാനുഭവ നാളുകളിൽ യാഗസ്മരണകൾ നമ്മെ കൂടുതൽ സാന്ദ്രമാക്കുന്നതാണ്. ഒത്തിരിയേറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇൻഫർമേഷൻസും ഇടപെടലുകളും അതുപോലെ ശരീരഭാഷകളും കയറി ഇറങ്ങി നമ്മൾ പീഡാനുഭവ യാത്രയിലുടനീളം കാണാം. ഒരിക്കലും സംഭവിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ചിലപ്പോൾ സംഭവിക്കുന്ന അനുഭവങ്ങൾ പീഡാനുഭവ യാത്രയിലുണ്ട്. അതിലെ ചില സംഭവങ്ങളിലേക്കാണ്, ചുരുക്ക ചില കാര്യങ്ങളിലേക്കാണ് ഇത് പോകുന്നത്. മറ്റേതെങ്കിലും ഒരു അവസരത്തിൽ ഒരു പീഡാനുഭവ ധ്യാനത്തിനായി കൂടുതൽ സമയമെടുത്ത അവസരം ലഭിച്ചാൽ അത് ദൈവം അനുവദിക്കുമെങ്കിൽ നമുക്കന്ന് കൂടുതൽ കാര്യങ്ങൾ വിചിന്തന വിധേയമാക്കാം. ഇത് ഒരു തീർത്ഥാടനമാണ്. നിങ്ങൾ സഭയോട് അടുപ്പിച്ച് നടത്തിയത് കുരിശിനെ മുൻനിർത്തി ഒരു യാത്രയാണ്, തീർത്ഥാടനമാണ്. ഈ തീർത്ഥാടനം ഇന്നോ ഇന്നലെയോ തുടങ്ങിയത് ദൈവ മനുഷ്യ ബന്ധത്തിന്റെ ആരംഭം മുതൽ തന്നെ ഒരു തീർത്ഥാടനമുണ്ട്. നന്മയിൽ നിന്ന് തിന്മയിലേക്കുള്ള പതനം, തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള തീർത്ഥാടനം. ഇത് ആദ്യ മാതാപിതാക്കളുടെ കാലം തൊട്ട് നമ്മൾ കണ്ടുമുട്ടുന്നതാണെങ്കിൽ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം ഇസ്രായേലിലേക്ക് കാനാനിലേക്ക് നടത്തുന്ന ഒരു യാത്രയുണ്ട്. തിന്മയുടെ പടുകുഴിയിൽ നിന്ന് നന്മയുടെ സാധ്യതയെ തേടിയുള്ള യാത്ര. ഇത് പഴയ നിയമത്തിൽ പൂർവ്വപിതാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും നീണ്ട നിരകളിടയിൽ ഈ യാത്രകൾ സുന്ദരമായി വിവരിച്ചിട്ടുണ്ട്. ഈ യാത്രകളിൽ തന്നെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, പൊക്ക താഴ്ചകളുണ്ട്. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്ന സമയങ്ങൾ, ദൈവത്തോട് മറുതിരിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിന്റെ പക്ഷത്തിൽ ജീവിക്കുന്നവരോട് പുലഭ്യവും പുലയാട്ടും പറയുന്ന സമയങ്ങൾ. അങ്ങനെ സമ്മിശ്രമായ വികാരങ്ങളോടെ പഴയ ദൈവത്തിന്റെ അടരുകൾ നമുക്ക് മുമ്പിൽ വായനയ്ക്കും വിചിന്തനത്തിനുമായിരിക്കുമ്പോൾ അവസാന പ്രവാചകനായിരുന്ന സ്നാപകയോഹന്നാൻ അനുതാപത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് യൂദയായിലെ പല പ്രദേശത്തുള്ള സ്ഥലത്ത് നിന്ന് മരുഭൂമിയിലെ താമസനായി അദ്ദേഹം കൂടുമാറുകയാണ്. അനുഗമിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. നോമ്പുകാലം യഥാർത്ഥത്തിൽ അനുഗമിക്കാനുള്ള കാലമാണ്. വിശ്വാസികളാണ് പാറപ്പുഴ സമൂഹത്തെ നമ്മളെല്ലാവരും അറിയുന്നത്.
ഞാൻ ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങൾ അറിയപ്പെടുന്നത് നമ്മൾ ക്രൈസ്തവ വിശ്വാസികളാണ്. ഞങ്ങൾ ധരിച്ചിരിക്കുന്ന വേഷം ക്രൈസ്തവ വിശ്വാസത്തോട് ചേർന്ന് പോകുന്നതാണ്. ഞാൻ നിങ്ങളും പങ്കിടുന്ന ജീവിത ക്രമങ്ങളിൽ ആര് നോക്കിയാലും പേരും പെരുമയും തറവാടിത്തവും വീടിന്റെ പേരും അപ്പന്റെ അമ്മയുടെ പേരുകളൊക്കെ നോക്കിയാലും ഒരു ഉത്തമ വിശ്വാസിക്ക് മാർത്തോമാസ്ലീഹായുടെ നേരിട്ടുള്ള സ്നാനത്തിന്റെ തൈവഴികളിലൂടെ വന്നവരൊക്കെ നമുക്ക് വേണമെങ്കിൽ അഭിമാനിക്കാവുന്ന വിധത്തിൽ വിശ്വാസത്തിന്റെ വിശ്വഗോപുരത്തിൽ നിൽക്കുന്ന അനുഭവം ഉണ്ടാകും. നല്ലത് തന്നെ സ്വർഗത്തിൽ പോകാൻ. പക്ഷേ ഇപ്പോഴും പൂജ്യം ഭാവിയാക്കുന്നത്. മറ്റു ചിലർ ഘോര പ്രസംഗിക്കുന്നവരാണ്. 2006 മുതൽ എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരവും എനിക്ക് മൊബൈലിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അത് ഇന്നലെ രാത്രി 11:30 വരെ തുടർന്നിട്ടുണ്ട്. ഇന്ന് കിടക്കുന്നതിന് മുമ്പ് വരും. അത് നീ മതം പ്രഘോഷിക്കുന്ന ആളായി, പുരോഹിതനായി, മതവർഗത്തിന്റെ നേതാവായി മാറാനുള്ളവനല്ല എന്നാണ് ഓരോ ദിവസത്തെ ഓർമ്മപ്പെടുന്നത്. അതുകൊണ്ട് നീ ഇപ്പോൾ കാണുന്ന ഈ മതത്തിൽ നിന്ന് മാറി നീ കർത്താവിനെ പ്രഘോഷിക്കുക, യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് അതിന്റെ സിൽവർ ജൂബിലി എടുത്തു വരികയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ വിശ്വാസത്തിൽ വ്യതിചലിപ്പിക്കാനായിട്ടുള്ള ഇടയക ശ്രമത്തിന്റെ പ്രഘോഷകരാകുന്ന, അതിന്റെ മേലടിക്കുന്ന സുവിശേഷ പ്രഘോഷകരെന്ന് മേലടിക്കുന്ന ആളുകളുണ്ടാകും. അത് ഭക്തസംഘടനകളിലൂടെ, കൂട്ടായ്മകളിലൂടെ, ഇതര പ്രസ്ഥാനങ്ങളിലൂടെ, ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളിലൂടെ, വിവിധ കൂട്ടായ്മകളിലൂടെ, പള്ളിയിലെ വചനവേദിയിലൂടെയെല്ലാം പ്രഘോഷണത്തിന്റെ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ നമ്മളും പള്ളിക്കകത്തും പള്ളിയുടെ ചുറ്റുവട്ടങ്ങൾക്കകത്തും പുറത്തും നടത്തുന്നുണ്ടാകാം. സ്വർഗത്തിലേക്ക് പോകാൻ പൂജ്യമാകും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രഘോഷണത്തിന് നിൽക്കുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. രണ്ടാമത്തതും മൂന്നാമത്തതും ഒന്നാമത്തത് ഇല്ലാത്തതുകൊണ്ട് നിരർത്ഥകമായി പോവുകയാണ്. 2-നും 3-നും ഒന്നാമത്തത് ഇല്ലാത്തതുകൊണ്ട് 0 മാർക്ക് വീണുപോവുകയാണ്. മനസ്സിൽ മാറ്റങ്ങളില്ല, പെരുമാറ്റങ്ങളിൽ മാറ്റങ്ങളില്ല, ശരീരഭാഷയിൽ മാറ്റങ്ങളില്ല, വാക്കുകളിൽ മാറ്റങ്ങളില്ല. 50 വർഷമായി ജീവിത പങ്കാളികളോട് ഒപ്പം ജീവിച്ച് ജീവിതത്തിന്റെ സാഹചര്യത്തിലേക്ക് വരുമ്പോഴും 50 വർഷം മുൻപേ പറഞ്ഞുകൊണ്ടിരുന്ന അതേ വാക്കുകളും ചൊല്ലുകളും അഭിശപ്തമായ വാക്കുകളും ഒട്ടും ഭംഗിയില്ലാത്ത ശരീരഭാഷയും ഇന്നും ഒരാൾ തുടരുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് റിപ്പന്റ്, നീ അനുഭവിക്കണം, നൊന്തുരുകി കരയണം. നമ്മൾ വിചാരിക്കുന്നതിലും വേഗതയിലാണ് മരണം എത്തിക്കൊണ്ടിരിക്കുന്നത്. കോവിഡിന് ശേഷം പോസ്റ്റ് കോവിഡ് ഇറയിൽ ഇന്ന് മരണം ഒരു വാർത്ത പോലുമല്ല. മരിക്കുന്ന വീട്ടുകളിലേക്ക് പോലും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതിന് എണ്ണവും ഒരുപാട് കുറഞ്ഞു. ആരാണെന്നോ എന്താണെന്നോ മനസ്സംബന്ധമായ ഒരു സാധനമായ ഓർമ്മകൾ പോലും ഇന്ന് തുറന്നു വരികയാണ്. മരണം പടിവാതിലിൽ നിൽക്കുമ്പോൾ അനുദപിക്കാതെ നോമ്പുകാലത്തോട് ഈ വർഷം വിട ചൊല്ലരുത്. അടുത്ത വർഷം ഇങ്ങനെയൊരു നോമ്പാചരിക്കാൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഞാനും നിങ്ങൾ ഒരുപോലെ. അതിനാൽ അനുദപിക്കുക, ഒന്നാമത്തെ വാദമാണ് അനുദപിക്കുക. ചാരത്തിൽ കിടന്ന് ജീവിതം കൊണ്ട് ഉരുളേണ്ട സമയമാണിത്. ഉടലും ഉയിരും ഉടയവന്റെ വാക്കിൽ അടിയറ വെച്ച അടിമയെ പോലെ, ദാസനെ പോലെ ഇരിക്കേണ്ട സമയമാണിത്. ഇത് ജാഗരണത്തിന്റെ രാത്രിയാണെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ മടുപ്പ് കൂടാതെ ഇരിക്കേണ്ട രാത്രിയാണ്. ആ നിശാരാധനയുടെ രാത്രി ആരാധനയുടെ മണിക്കൂറാണ്.
ഇവിടെ കെദ്രോൻ തോട് കടന്ന് ഒലിവ് തോട്ടത്തിലേക്ക് എത്തുന്ന ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യണം. ഞാൻ പറഞ്ഞു തുടങ്ങിയത് തീർത്ഥാടനത്തെ കുറിച്ചാണ്. പഴയ നിയമത്തിലെ തീർത്ഥാടനത്തെ ഒരു മിനിറ്റ് കൊണ്ട് അവതരിപ്പിച്ചെങ്കിൽ പുതിയ നിയമത്തിലെ തീർത്ഥാടനം നമ്മൾ കണ്ടുമുട്ടുന്നത് സ്വർഗത്തിന്റെ മഹിമാവുകൾ വിട്ട് മണ്ണിന്റെ മണ്ഡലത്തിലേക്ക് മനുഷ്യപുത്രൻ അവതാരം ചെയ്യുന്ന നാളുകളെ ഓർമ്മിച്ചുകൊണ്ടാണ്. സ്വർഗത്തിന്റെ ഔന്നത്യങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് സ്വർഗത്തിന്റെ പുത്രന്റെ തീർത്ഥാടനം മണ്ണിന്റെ മണത്തിലേക്ക് യാത്രയാണ്. വിണ്ണിന്റെ സുഖനെ സ്വീകരിക്കാൻ മണ്ണിൽ നിൽക്കുന്ന ദൈവത്തിന്റെ അമ്മ അവൾ തന്നെ തന്നെ താഴ്ത്തുന്ന ജീവിതത്തിന്റെ തീർത്ഥാടനം അടിയറ വയ്ക്കൽ. യഹൂദ പെൺകുട്ടി തന്നെ തന്നെ പൂർണ്ണമായി ചെറുതാക്കി നോക്കിയെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ യാഗം തുടങ്ങിയിരിക്കുകയാണ്. മനുഷ്യനോടുള്ള ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ഒരു കംപ്ലീറ്റ് കെനോസിസ്, ഒരു പൂർണ്ണമായ ശൂന്യവൽക്കരണം നടത്തുന്നവൻ സ്വർഗത്തിൽ നിന്ന് അൺലിമിറ്റഡ് സ്റ്റേറ്റസിൽ നിന്ന് അപരിമേയമായ അനുഭവങ്ങളിൽ നിന്ന് പൂർണ്ണമായ സന്തോഷത്തിലും ആനന്ദത്തിലും കഴിയാവുന്ന ത്രിലോകനാഥന്റെ സകലവിധ ജയവിശേഷങ്ങളിൽ നിന്ന് മണ്ണിന്റെ പരിമിതികളിലേക്ക് അവിടുന്ന് തീർത്ഥാടനം ചെയ്യുന്നു. ആർക്കു വേണ്ടി? For you and for me. അതാണ് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ സ്ഥാപനവാക്യങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്നതും ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും. ഇത് നിനക്ക് വേണ്ടി, ഇത് അനേകർക്ക് വേണ്ടി. അപ്പോൾ ഈ യാഗം ആർക്ക് വേണ്ടിയാണ്? മനുഷ്യാവതാരം തീർത്ഥാടനം വേണ്ടിയാണ്. നിനക്ക് വേണ്ടി, അനേകർക്ക് വേണ്ടി. നിനക്കും അനേകരും പറഞ്ഞാൽ ഇത് സാർവത്രികമാണ്, ഓൾ എംബ്രേസിംഗ് ആണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. സകല ജാതികളോടും ഈ സുവിശേഷം പ്രസംഗിക്കാൻ എനിക്കും നിങ്ങൾക്കും കടപ്പാടുണ്ട്, കടമയുണ്ട്. ഈ സുവിശേഷം പ്രസംഗിക്കാതെ ജീവിതത്തിൽ വിശ്വാസിയാണെന്ന് പറഞ്ഞ് ചടങ്ങ് വന്നാൽ നമുക്ക് സഹോദരനെയും ഭാരമായി മാറും. അങ്ങനെയുള്ളവർക്ക് ചില ലക്ഷണങ്ങളുണ്ട്. അനുദമിക്കാത്ത പ്രഘോഷകനും അനുദമിക്കാത്ത വിശ്വാസിക്കും ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ ഈ യാഗശാലയിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിലെ പ്രധാനപ്പെട്ടത് എന്താണ്? ഒന്ന്, വികൃതമായ പക്ഷം ചേരലാണ്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യം ഞാൻ മുൻപ് പറഞ്ഞ ഒരു സ്ഥലം വീണ്ടും ഇവിടെ കടമെടുക്കുകയാണ്. കെദ്രോൻ തോട്. വിശുദ്ധ നാട്ടിൽ യാത്ര ചെയ്തവർക്ക് കൈമുട്ടാമോ? പോളിയാറ്റിൽ കൂട്ടില്ലേ? ഈജിപ്ത്, ഇസ്രായേൽ, ലോക എന്റെ കർത്താവേ അച്ഛാ, അടുത്ത വർഷം വളരെ പുതിയ വിശേഷമായിരുന്നല്ലോ. അടുത്ത വർഷത്തേക്ക് വിശുദ്ധ നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഈശോയുടെ ഉൾഗിരികൾ ഒക്കെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരു ചെടിയൊക്കെ നിൽക്കുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓശാനവീഥിയും അപ്പുറത്ത് ജെറുസലേം പട്ടണവുമാണ്. ഈ ഓശാനവീഥിയിലൂടെ നടന്നാണ് ഈശോ എവിടേക്ക് പോകുന്നത്? ഈശോ ഒലിവ് മലയിലേക്ക് പോകുന്നത്. ഒലിവ് മലയിലേക്ക് പോകുമ്പോൾ ഈശോ ഒരു തോട് കടന്ന് ഒരു മേൽപ്പാലം കടന്നാണ് പോകുന്നത്. ആ മേൽപ്പാലത്തിന് താഴെ ഇങ്ങനെ വലിയൊരു തോട് കല്ലുകളെ കൂടി കിടക്കുന്ന, എന്നാൽ ഇപ്പോൾ ഒത്തിരി 2000 വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ വലിയ തോടായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ലെങ്കിലും അത് വലിയ തോടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടുള്ള തോടാണ്? കെദ്രോൻ തോട് എന്ന് പ്രത്യേകം എടുത്തു പറയണമെങ്കിൽ ആ തോടിന്റെ പ്രത്യേകതയുണ്ട്. ആ തോട്ടിലൂടെ മുകളിലൂടെ ഈശോ നടന്നു നീങ്ങുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1:29 പറയും, Behold the Lamb of God. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്. ജെറുസലേം ദേവാലയത്തിൽ അർപ്പിക്കാൻ കൊണ്ടുവരുന്ന പാപപരിഹാരത്തിലേക്ക് കൊണ്ടുവരുന്ന ബലിമൃഗങ്ങളുടെ കഴുത്തറന്ന് ആ കഴുത്തിൽ നിന്ന് വാങ്ങുന്ന രക്തം ഒഴുകിപ്പോകുന്ന പുഴയുടെ പേരാണ് കെദ്രോൻ തോട് എന്ന് പറയുന്നത്. ജെറുസലേം ദേവാലയത്തോട് ചേർന്ന്
അതിന് ചുറ്റുഭാഗത്തൂടെ ഒഴുകി പോകുന്ന ഈ തോടിന് കുറുകെ ദൈവത്തിന്റെ കുഞ്ഞാട് അങ്ങനെ ഒരുമലയിലേക്ക് പോകുമ്പോൾ കുരിശിന്റെ കരം നിങ്ങൾ ഞാൻ കൊണ്ടു നടക്കുന്ന ആ മരകഷണത്തേക്കാൾ 10,000 മടങ്ങ് കൂടിയതല്ലോ. തീർത്ഥാടനമുണ്ട്. കുരിശ് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മരത്തടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള തീർത്ഥാടനവും ഒരു മരത്തടിയേക്കാൾ 10,000 മടങ്ങ് കനമുള്ള ജീവിതത്തിന്റെ ഭാരങ്ങളും നൊമ്പരങ്ങളും ഹൃദയമിടിപ്പുകളും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയുണ്ട്. മരണതുല്യമായ തീവഴിയിലൂടെ ഒരു യാത്രയുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ യാഗവേദിയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഈ 4 നാളുകൾക്കപ്പുറത്ത് ഞായറാഴ്ച കഴിഞ്ഞ് 4 നാളുകൾക്കപ്പുറത്ത് ഇതുപോലെ തന്റെയും കഴുത്തറക്കപ്പെട്ട് തന്റെയും ചോര ഈ പുഴയിലൂടെ ഒഴുകി പോകും അവസാനത്തെ കുഞ്ഞാടിൻ്റെത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അവനിലുണ്ടാക്കുന്ന കനം ഭാരം എത്ര വലുതായിരിക്കും. അതിനെക്കുറിച്ചാണ് ഈ രാത്രിയിൽ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്. ഈ രാത്രിയിൽ മെഡിറ്റേറ്റ് ചെയ്യേണ്ട 2 അക്ഷരം ഭാരം എന്നുള്ളതാണ്. കുരിശിന്റെ ഭാരം എന്താണ്? ഇപ്പോൾ മലയാറ്റൂരിലേക്കും നമ്മുടെ അതിരൂപതയുടെ കരിവള്ളിക്കാട്ടിലേക്കും വാഗമണിലേക്കും വെല്ലിച്ചമലയിലേക്കും പലയിടങ്ങളിലേക്കും നമ്മൾ പോകുമ്പോൾ വലിയ കുരിശുമരങ്ങൾ പണിതെടുത്ത് കൊണ്ടുപോകും. നല്ലത് തന്നെ. അനുഷ്ഠാനപരമായി അതിൻ്റെതായ നൊമ്പരവും ഒക്കെ പ്രകടമാകുന്നതിന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ജാഗരണത്തോടും ചേർന്ന് അവയൊക്കെ നല്ലത് തന്നെ. പക്ഷേ കുരിശുമലയിൽ ഉപേക്ഷിച്ചു പോരുന്ന തരികഷണങ്ങൾ പോലെ ജീവിതത്തിന്റെ ഭാരങ്ങളെ നിസ്സാരമായി തള്ളിക്കളയാതെ കുരിശിൽ അർപ്പിക്കാനായിട്ടുള്ള ക്ഷണം ലഭിക്കുന്നില്ലെങ്കിൽ ജീവിതം മുഴുവനും ഭാരപ്പെട്ടതായി തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു കടലാസിന്റെ കടത്തോളം ജീവിതത്തിന്റെ ഭാരം അനുഭവിക്കാൻ സാധിക്കുന്ന അമ്മ ത്രസ്യ ആവിലായുണ്ട്. ഒരു കടലാസിന്റെ കടം. അതുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ ഈ അമ്മയെ ഉയർന്നു പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് വെട്ടിയായിരിക്കാലും പൊങ്ങി വരുന്നില്ല. കാരണം അത്രമാത്രം ജീവിതത്തിൽ ചുമടുകളാണ്. സമ്പത്ത് വർദ്ധിച്ചിട്ടും പ്രോപ്പർട്ടി വർദ്ധിച്ചിട്ടും ബാലൻസ് വർദ്ധിച്ചിട്ടും പല വിധത്തിലുള്ള ചങ്ങാത്തങ്ങൾ വർദ്ധിച്ചിട്ടും ഭക്ഷിക്കുക, കുടിക്കുക, ആരംഭിക്കുക, ഇത് 3 ചെയ്തിട്ടും ഭാരം കുറയുകയല്ല, കൂടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നാഥന്റെ ഭാരത്തോട് നിന്റെ കുരിശിന്റെ ഭാരങ്ങൾ ചേർത്ത് വയ്ക്കണം. അസ്വസ്ഥതകൾ, വീർപ്പുമുട്ടലുകൾ സകലവും ചേർത്ത് വയ്ക്കണം. ഓൺലൈനിൽ കൂടെ താങ്ക് യു പറഞ്ഞുകൊണ്ട് ഒരു കുടുംബമായി പ്രാർത്ഥിക്കുകയാണ്. ബെന്നും അനൂപയും ഞാനും. ഓസ്ട്രേലിയയിൽ ഇരിക്കുന്ന ബെന്ന്, ട്രിവാൻഡ്രത്തിരിക്കുന്ന അനൂപ, ഇവിടെ നെടുമ്പത്തിരിക്കുന്ന ഞാൻ ഓൺലൈനിൽ താങ്ക് യു പറയുകയാണ്. കാരണം ആ കുടുംബം ബെന്നിന് 11 തവണ 10ാമത് കഴിഞ്ഞ് 11 തവണ കണ്ണിന് സർജറി ചെയ്തിട്ടും കാഴ്ച വേണ്ടി കിട്ടിയില്ല. ഏതാണ്ട് 4 വർഷമായി ഈ ഒരു രോഗത്തിന്റെ പേരിൽ 3 ഉറക്കവും നഷ്ടപ്പെട്ട് ആ മക്കൾ വ്യസനിക്കുകയാണ്. ദൈവം കൊടുത്ത അത്ഭുതകരമായ സൗഖ്യത്തിന് മുമ്പിൽ നിറവഴികളോടെ മക്കൾ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, കഴിഞ്ഞ വർഷങ്ങളിൽ ആ മനുഷ്യൻ, ആ കുടുംബം, അതിന്റെ ചുറ്റുവട്ടങ്ങളിൽ പറക്കവറ്റ കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടി പണിയെടുക്കാൻ ആകെയുള്ള അപ്പൻ, ആ കുടുംബം അനുഭവിച്ച കുരിശിന്റെ ഭാരം എത്ര എല്ലാം ഉണ്ടാക്കി പ്രതികരിക്കുന്നോളം അണ്ണാക്ക് നിറയുന്നോളം കൊടുത്തിട്ടും വീടിന്റെ ഉൾഭാഗത്ത് എത്താതെ താൻ കണ്ടുപിടിച്ചതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതി അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെ ജീവിതത്തിൽ നടന്നുപോയ ഓർമ്മകളിലും സാക്ഷ്യത്തിലും സ്പന്ദനത്തിലും അടയാളത്തിലും സകലത്തിലും അകന്നുപോയ മക്കളെ കുറിച്ച് മാതാപിതാക്കൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ ഭാരം മാത്രമാണ്. ഈ ഭാരത്തെ കുരിശിലേക്ക് കൊണ്ടുവരേണ്ട, കുരിശിലേക്ക് തിരുക്കുരിശിനോട് ചേർത്ത് വയ്ക്കേണ്ട കാലമാണ് നോമ്പുകാലം. എല്ലാ തികഞ്ഞവർക്ക് നൽകാൻ നോമ്പുകാലത്ത് ഒന്നുമില്ല സഹോദരങ്ങളെ.
You surrender yourself unto the cross. കുരിശിന്റെ ചുവട്ടിലേക്ക് എല്ലാവരും സമർപ്പിക്കാൻ പറ്റുമോ? പതിവിന് കൂടുതലായി സമർപ്പിക്കാൻ സമയം കണ്ടെത്താമോ? മറ്റു നാളുകളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നേരം കർത്താവിന്റെ പീഡാനുഭവങ്ങളെ കുറിച്ച് ധ്യാനിക്കാൻ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിപ്പാടുകൾ എന്റെ ചക്കിലും പതിപ്പിച്ചുറപ്പിക്കണേ എന്ന് ബോധപൂർവം ഒന്ന് ആവർത്തിക്കാൻ മുമ്പുകാലം നമുക്ക് പരിശ്രമിച്ചുകൂടെ? അതിനല്ലേ നമുക്ക് ഈ നല്ല നാളുകൾ നൽകപ്പെട്ടത്. നമ്മളെ തന്നെ പുറഭാഗം ചെയ്യാൻ മെരുക്കാൻ കുറെ കൂടി ബോധപൂർവം കർത്താവിന്റെ കുരിശിന് വീരോചിതമായി ധീരോദാത്തമായി സാക്ഷ്യവഹിക്കാൻ നൽകപ്പെട്ട വിശുദ്ധ നാളുകളെ ഓർത്ത് അവന് സ്തോത്രം, ക്രൂശിന് സ്തോത്രം. ഭാരം നിറഞ്ഞ ഈ കുരിശുമല വഹിക്കുമ്പോൾ ഓർമ്മിക്കണം, കർത്താവിന്റെ സഹനങ്ങളോട് ചേരാതെ, കർത്താവിന്റെ സഹനങ്ങളോട് പ്രതിബദ്ധതയില്ലാതെ അതിനോട് പുറത്തിരിഞ്ഞ് നിൽക്കുന്നവരാണ് നമ്മൾ വികൃതമായ പക്ഷം ചേരലാണ്. അതാണ് മൂന്നാമത് പറയാനുള്ളത്. എന്താണ് ഈ വികൃതമായ പക്ഷം ചേരൽ? യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം ഒരു നാടകത്തിന്റെ പശ്ചാത്തലത്തിൽ, സിനിമയുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുന്നത് നല്ലതായിരുന്നു. ഏതൊരു സിനിമ എടുത്താലും, ഏതൊരു കഥ എടുത്താലും, നോവൽ എടുത്താലും അതിനകത്ത് നായകനും നായികയും വില്ലനും ഒക്കെ കാണും, അല്ലേ? നായകൻ നിൽക്കുന്നത് എവിടെയാണ്? വില്ലന്റെ കൂടെ. അയാൾ ശത്രുപക്ഷത്താണ് വില്ലൻ നിൽക്കുന്നത്. വില്ലനും വില്ലന്റെ അണിതരന്മാരും നായകനും നായകനോടൊപ്പമുള്ള സഹനായകന്മാരും ഒക്കെ ഉള്ള രംഗം ഒരു നിശ്ചിത സമയമാകുമ്പോൾ അവർ തമ്മിലുള്ള ക്ലാഷുണ്ടാകും. കഥാന്ത്യം ശുഭകരമായി അവസാനിക്കുകയും ചെയ്യും. ചിലർ അശുഭകരവുമാണ്. ഓർക്കണം, ഇവിടെ നിൽക്കുന്ന ഇടങ്ങൾ പ്രത്യേകതയുള്ളതാണ്. ഞാനും ബഹുമാനപ്പെട്ട വിദ്യാലയച്ചനും കൊച്ചനും ഞങ്ങൾ 3 പേരും കൂടെ ഇവിടെ അച്ഛന്മാരുടെ വേഷത്തിലൂടെ നിൽക്കുകയാണ്. നിങ്ങൾ ഇവിടെ വില്ലന്മാരുടെ വേഷത്തിൽ നിൽക്കുകയാണ് വിചാരിക്കുക. പക്ഷേ ഈ രംഗത്ത് ഞാൻ അറിയാതെ അലരച്ച് നിങ്ങളുടെ പോയിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തോ ഒരു അപകടമുണ്ട്. ആ അപകടം എന്ന് പറയുന്നത് എന്നോടും വികാരിച്ചനോടും അതിനെ പ്രതിപത്തി പുലർത്താത്ത മറ്റേതോ കാര്യങ്ങളാണ്. നിങ്ങളും നിങ്ങളുടെ വിചാരങ്ങളുമാണ് പ്രധാനപ്പെട്ടതെന്ന് കരുതി നിങ്ങളോടൊപ്പം ചെയ്യുന്ന ആ ചർച്ചയ്ക്ക് അപകടമുണ്ട്. നായകന്റെ പക്ഷം ചേരേണ്ട നായകനോടൊപ്പം മറ്റാരും ഇല്ലതാരും വില്ലനോടൊപ്പം നായകന്റെ പക്ഷത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അല്പം കൂടി വ്യക്തമാക്കി തരാം. സന്ധ്യമെടുക്കുന്ന സമയത്ത് ഇതാ ഒറ്റുകാരൻ എത്തുകയാണ്. ഒറ്റുകാരൻ, ജനപ്രമാണികൾ, ഭൃത്യന്മാർ എന്നിവരോടൊപ്പം പന്തങ്ങളും വഴിപാടുകളുമായി കറിയോത്തുകാരൻ യൂദയും ഈശോയെ ഒറ്റുകൊടുക്കാൻ വേണ്ടി അവിടെ എത്തുകയാണ്. തോടിന് ഇക്കരെ കാത്തു നിൽക്കുകയാണ്. ഇതാണ് വികൃതമായ പക്ഷം. കർത്താവിന്റെ മകനെന്ന് പറയുന്നു, സഭയുടെ സന്താനമാണെന്ന് പറയുന്നു, കർത്താവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണ്, നീക്കിവെക്കപ്പെട്ടതാണെന്ന് പറയുന്നു, പരമ്പരാഗതമായി ക്രൈസ്തവരാണെന്ന് പറയുന്നു. പക്ഷേ പെരുമാറ്റ ക്രമങ്ങളിൽ നീ കർത്താവിന്റെ പക്ഷത്തല്ല, കർത്താവിന്റെ ശരീരമായ സഭയുടെ പക്ഷത്തുമല്ലെങ്കിൽ യു മസ്റ്റ് റിപ്പന്റ്. നീ അനുതപിക്കണം. അതിനാലാണ് പൗലോസ് കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇതാണ് ദമാസ്കസിന്റെ പാതയോരങ്ങളിൽ ഇങ്ങനെ കുതിരപ്പുറത്ത് അർത്ഥപ്രാണനായി കിടക്കുന്ന അവരോട് സൗളിനോട് ചോദിക്കുന്ന ചോദ്യമില്ലേ? സൗൾ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? ഈശോയെ സൗൾ പീഡിപ്പിച്ചതൊന്നുമില്ലല്ലോ. സൗൾ ഈശോയെ കണ്ടിട്ട് പോലുമില്ല. കണ്ടിരിക്കാൻ സാധ്യത നന്നേ കുറവാണ്. ഇവിടെ സൗൾ ആരെയാണ് പീഡിപ്പിച്ചിരിക്കുന്നത്? ആദ്യമ ക്രൈസ്തവ സമൂഹത്തെയാണ്. സഭയെ ഉൾപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിനെയാണ് ഉൾപ്പെടുത്തുന്നതെന്ന് ആവർത്തിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. ഏതെങ്കിലും കൂലിക്ക് മുക്കാൽചക്രത്തിന് വിയർക്കാതെ പണിയെടുത്ത് അങ്ങനെ അതിൻ്റെതായ പിശുപറ്റി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. വിയർക്കാതെ പൈസ സമ്പാദിച്ച് പുലഭ്യവും പുലയാട്ടും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ് അതിൽ നിന്ന് പണം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്.
അവരുടെ ആശയഗതികളോടും അവരുടെ വളരെയേറെ മോശം പ്രകൃതങ്ങളോടും ജീവിതം ചേർത്ത് വെച്ചുകൊണ്ട് വിലയില്ലാത്തവരും വിലകെട്ടവരുമായി മാറേണ്ടവരുടെ പേരല്ല ക്രൈസ്തവൻ എന്ന് പറയുന്നത്. ക്രൈസ്തവൻ സഭയുടെ തിരുശരീരമാണ്. സഭയാകുന്ന തിരുശരീരത്തിന്റെ തേജസ്കരമായ ഭാഗമാണ് ഞാൻ, നീയും നിങ്ങളും എന്ന് ഓർമ്മിക്കേണ്ട വിശുദ്ധദിനമാണ്. അതിനാൽ അതേ ചോദ്യം തന്നെ ആണ് അതിന് തൊട്ടു മുൻപ് ഈശോ പീലാത്തോസിനോട് ചോദിക്കുന്നത്, നീ എന്തിനാണ് എന്നെ അടിച്ചത്? ഇല്ല, എന്തിനാണ് നീ അടിച്ചത്? പുരോഹിത പ്രമുഖന്മാരോടും വൃദ്ധന്മാരോടും എല്ലാവരോടും തന്റെ ശത്രുതയെ ചെയ്തുകൊണ്ട് തന്റെ അവസാന തുള്ളി രക്തം വാർത്തൊഴുകും വരെയും തന്നെ എന്താ പറയാ കൊന്നു കൊലവിളി നടത്താൻ വേണ്ടി നിൽക്കുന്നവരോട് മുഴുവൻ അല്ല, ഈ രാത്രിയിൽ നമ്മളോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നെ അടിക്കുന്നത്? നീ അടിക്കുന്നുണ്ട്. 2000 വർഷം മുമ്പ് മാത്രമല്ല, ഇപ്പോൾ തന്നെ നീ അടിക്കുന്നുണ്ട്. ഈ സഭയെ മുറിപ്പെടുത്തുമ്പോൾ നീ എന്നെയാണ് അടിക്കുന്നത്. സഭയുടെ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ എന്നെയാണ് അടിക്കുന്നത്. വിധേയതയിൽ കുറവ് വരുമ്പോൾ എന്നെയാണ് അടിക്കുന്നത്. അനുസരണത്തിൽ കുറവ് വരുമ്പോൾ കർത്താവിനെയാണ് അടിക്കുന്നത്. കീഴ്വഴക്കങ്ങളിൽ കുറവ് വരുമ്പോൾ കർത്താവിനെയാണ് അടിക്കുന്നത്. പൂർവികർ നമുക്ക് നൽകിയിട്ടുള്ള വിശ്വാസത്തിന്റെ വിശുദ്ധമായ കൈവഴികളെ നമ്മൾ തമസ്കരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ തന്നെയാണ് മുറിവുകൾ അത് പതിയുന്നത്, അടികൾ പതിയുന്നത് എന്ന് ഓർമ്മിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജാഗരണത്തിന്റെ വെള്ളിയാഴ്ച ക്രൈസ്തവ ജീവിതം വളരെ ചലഞ്ചിങ്ങാണ്. പക്ഷം ചേർന്ന് സ്വന്തം കാര്യം നേടാൻ വേണ്ടി 30 വെള്ളിക്കാശിന് വേണ്ടി കർത്താവിൻ്റെതാണെന്ന് പറഞ്ഞ് വളരെണ്ണം ചാടി ജീവിക്കുന്ന ജീവിത ശൈലിയുടെ പേരല്ല ക്രൈസ്തവ ജീവിതം, ക്രൈസ്തവ ആധ്യാത്മികതയും. നമ്മളെ ചില ആളുകളുണ്ട്, ചിലപ്പോൾ ഏതെങ്കിലും ഇസ്രകളിൽ കൂടുതൽ താല്പര്യമുള്ളവർ, രാഷ്ട്രീയങ്ങളിൽ താല്പര്യമുള്ളവർ, ലെഫ്റ്റ് ആകട്ടെ റൈറ്റ് ആകട്ടെ ഏതാകട്ടെ, ഗാമിയാകട്ടെ പച്ചയാകട്ടെ വെള്ളയാകട്ടെ നീലയാകട്ടെ ഏതാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് നിങ്ങളുടേതായ വായനകൾ ബോധ്യമുള്ള അറിവുകൾ അച്ഛനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അതുപോലും നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ക്രിസ്തു എന്നത് രണ്ടാമതായി മാറ്റപ്പെടുന്നുണ്ട്. നീ എന്തിനാ പറയുന്നത്? 2 വോട്ടിട്ടാണ്. വോട്ടിട്ടുള്ളത് അതിനുവേണ്ടി പള്ളിയത്. നീ എന്തിനാണ് അവരെ വേണ്ടി ഓടിയെത്തുന്നത്? നിങ്ങൾ വോട്ടിട്ടാൻ വേണ്ടിയിട്ടാണ്. വോട്ടിട്ടാനുള്ളതാണ്. പള്ളിയിൽ എന്തിനാണ് ദിനാരാധനകൾ, പള്ളിയിൽ എന്തിനാണ് ആഘോഷങ്ങൾ, പള്ളിയിൽ എന്തിനാണ് കൺവെൻഷനുകൾ, പള്ളിയിൽ എന്തിനാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ നിലകളിൽ നിൽക്കുന്നതിനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിനക്കൊരു ലാഭമുണ്ട്. അതാണ് ഇതിന്റെ പ്രയോജനം. എന്ന് വെച്ചാൽ നീ ഭക്തിയെയും വിശ്വാസത്തെയും കച്ചവടങ്ങളോട് കണ്ടുകൊണ്ട് നീ യഥാർത്ഥത്തിൽ കർത്താവിന്റെ പക്ഷത്തും അവരുടെ കർത്താവിന്റെ പക്ഷത്താണെന്നുള്ള അഭിനയത്തിൽ ഒരുതരം മാസ്ക് ഇട്ടുകൊണ്ട് നീ ശത്രുപക്ഷത്ത് 30 വെള്ളിക്കാശിനായിട്ട് നിൽക്കണം. നീ തിരിച്ചു വരണം. ഞാനും നീയും തിരിച്ചു വരണം. ഈ വെള്ളം വിട്ടുകൊണ്ട് ഞാൻ കർത്താവിന് വിട്ടുകൊടുത്താൽ നിങ്ങൾക്കുണ്ടാകുന്നതിലും അധികമാണ് കർത്താവിനെ തരുമെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. നിശ്ചയമുണ്ട്, ബോധ്യമുണ്ട്. അല്പപോലും വെള്ളം ചേർക്കാൻ പറയട്ടെ. സഭയുടെ സംവിധാനങ്ങൾ നിനക്ക് എന്തെങ്കിലും ചില്ലറ ലാഭങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നീയും കളിയോട്ടുകാരനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. So this is the time for repentance and reconciliation. അനുരഞ്ജനത്തിനും അനുതാപത്തിനും വേണ്ടി നൽകപ്പെടുന്ന സമയമാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇത് പ്രാർത്ഥനയുടെ സമയമാണ്. ഒരു ക്രൈസ്തവൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഓൺലൈൻ പ്രാർത്ഥനകളിൽ സുഖകരമായിട്ടിരുന്ന്
അതിൽ സഹിച്ചു പറയുന്നത് വൈദികരുടെ ഇടയിലുണ്ടാകാം, മേൽപ്പെട്ടകാരിലുണ്ടാകാം, സന്യസ്തരിലുണ്ടാകാം, മലമാരികളുണ്ടാകാം. അത് ശരിയല്ല. ചില കാലങ്ങളിൽ സഭയിൽ അനുവദിച്ചത് അങ്ങനെയെങ്കിലും തന്റെ മക്കൾ ആ സമയത്തായിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പ്രായമായവരെയും രോഗികളെയും വിഷമിക്കുന്നവരെയും യാത്ര ചെയ്യാൻ തീരെ ബുദ്ധിമുട്ടുള്ളവരെയും ഒക്കെ നമുക്ക് അതിനായിട്ട് അനുവദിക്കാം. പള്ളിയിലെ സഹോദരങ്ങളെ, പള്ളിയിലുണ്ട് ഒരു സ്ഥലമുണ്ട്, നിന്റെ ജീവിതത്തിന്റെ ഭാരങ്ങൾ മുഴുവൻ ഇറങ്ങിയിരിക്കാത്ത സ്ഥലം, എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരം തരുന്ന സ്ഥലം. അത് ഓൺലൈനിൽ കിട്ടുന്നതല്ല. ആ സ്ഥലത്തിന്റെ പേരാണ് അവിടെ വന്നിരിക്കണം. കുറെ കൂടി പ്രാർത്ഥിക്കുന്നതല്ല, അവിടെ നിന്നോട് സംസാരിക്കണം. നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. നിന്റെ ഇന്നലകളിലെ ജീവിതങ്ങളിലെ അടുത്തവരുടെ ജീവിതത്തെ ആ മുമ്പിൽ ഇങ്ങനെ ഒരു അപ്രമാണിക്കുന്ന പോലെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങും. ഇരുന്നത് കൊടുക്കണം. യഥാർത്ഥത്തിൽ ബോധപൂർവ്വം ദിവ്യകാരണത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് എത്ര നാളായി? കർത്താവിന്റെ വചനം മടുപ്പ് കൂടാതെ വായിച്ചിട്ട് എത്ര നാളായി? മക്കൾക്ക് മാതൃകാപരമായി ഒരു സന്ധ്യാപ്രാർത്ഥന ബോധപൂർവ്വം വിശ്വാസത്തോടെ നിർവഹിച്ചിട്ട് എത്ര നാളായി? അങ്ങനെ ഓർക്കുമ്പോൾ ആലോചനകളെ വിഷയമാക്കേണ്ട ആധ്യാത്മിക ജീവിതത്തിന്റെ ഏടുകൾ ഒരുപാടുണ്ട്. നമുക്ക് മനസ്സറിയാൻ കഴിയുന്ന സാധനം ലഭിച്ച ജീവിതാന്തസ്സിന്റെ മഹിമ നഷ്ടപ്പെട്ട് അതിൻ്റെ അകത്ത് കറയും മുഖച്ചുടക്കും വീണിട്ടുണ്ടെങ്കിൽ പൗരോഹിത്യ ജീവിതത്തെ ഞാൻ മനസ്സറിയിക്കേണ്ട സമയമാണ് നോക്കുകാലം. ആത്മായ ജീവിതത്തിൽ നിങ്ങൾ മനസ്സറിയിക്കേണ്ട സമയമാണ് നോക്കുകാലം. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇത് അനുതാപത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും കാരണമാണ്. മുൻകാലങ്ങളിൽ വളരെ ചെറുപ്പമായപ്പോൾ കുഞ്ഞായ കാലത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വിഷൻ ധ്യാനങ്ങളും പോപ്പുലർ വിഷൻ ധ്യാനങ്ങളും മറ്റു വിവിധ ധ്യാനങ്ങളും ഒക്കെ ഇടവക ദേവാലയങ്ങളിൽ ഉണ്ടാകുമ്പോൾ 4-5 ദിവസവും പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ധ്യാനം പള്ളി നിറയെ ആളുകൾ. ഏറ്റവും അവസാനത്തെ തലേ ദിവസം വീടുകളിലൊക്കെ പിണച്ചിലാണ്. കാരണം ഏറ്റവും അവസാനത്തെ ദിവസം പള്ളിയിലെത്തുമ്പോ അനുരഞ്ജനപ്പെട്ടിട്ട് മാത്രമേ അയൽപക്കക്കാർ തമ്മിൽ അനുരഞ്ജനപ്പെട്ടിട്ട് രക്തബന്ധത്തിലുള്ള സഹോദരങ്ങൾ പ്രിയപ്പെട്ടവർ അനുരഞ്ജനപ്പെട്ടിട്ട് മാത്രമേ പള്ളിയിലെത്താവുള്ളൂ. സഹോദരങ്ങളെ, ഇന്നോ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഇതര മാധ്യമങ്ങളിലും പകലത്തിയോളം വചനവും വചനത്തിന്റെ പുരാണങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെ കേട്ടും തഴപ്പിച്ചും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും നമുക്ക് അനുതാപം മാത്രമില്ല, നേരില്ല, നിറവില്ല, മനസ്സറിയില്ല. പഴയതിനേക്കാൾ ജ്ഞാനമായി ധാരാളം വചനങ്ങളിങ്ങനെ നമ്മളിങ്ങനെ ഉരുവിടുന്നുണ്ടെങ്കിലും നമുക്ക് റിപ്പന്റൻസ് ഇല്ല, അനുതാപമില്ല. സ്വന്തം സഹോദരനോട് ഒന്ന് കരങ്ങൾ ചേർത്ത് വെച്ചിട്ട് സോറി ക്ഷമിക്കണം, 10 വർഷമായി വീട്ടിട്ട് 7 വർഷമായി ആ വീടിന്റെ അകത്ത് കയറിയിട്ട് ക്ഷമിക്കണം. ചെറിയ കാര്യങ്ങൾ ക്ഷമിക്കണം നോക്കാം. ഒരു കല്യാണത്തിന് വിളിച്ചില്ല എന്നതിന്റെ പേരിൽ വിളിച്ചത് ശരിയായില്ല എന്നതിന്റെ പേരിൽ തുടങ്ങിയതാണ്. പിന്നെ കണ്ടതെല്ലാം തെറ്റ്, ചെയ്തതെല്ലാം തെറ്റ്, അനുഭവിച്ചതെല്ലാം തെറ്റ്. സഹോദരങ്ങളെ, നിനക്ക് ദൈവം കഴിഞ്ഞ അനുവദിച്ചു നൽകിയ ജീവിതത്തിൽ 7, 10, 15 വർഷങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് പുരാന്റെ മുമ്പിൽ മനസ്സറിയിക്കേണ്ട നാളുകളാണ്. നോക്കുകാലത്തെ നാളുകൾ വലിയ നോക്കിന്റെ നാളുകളാണ്. നമുക്കത് നിസ്സാരവൽക്കരിച്ച് ലഘുവാക്കി വളരേണ്ട സമയങ്ങളല്ല ഇത്. അടുത്ത ഒരു പ്രധാന സന്ദേശത്തിലേക്ക് കൂടി എത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ഹിതത്തിലേക്ക് സമർപ്പിക്കണം. ദൈവത്തിന്റെ ഹിതത്തിലേക്ക് മനുഷ്യപുത്രൻ തന്നെ സമർപ്പിക്കുകയാണ്. എന്താ ഈ ഹിതം എന്ന് പറഞ്ഞാൽ? ദൈവത്തിന്റെ ഹിതം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആവശ്യങ്ങളെല്ലാം മുഴുവൻ സാധിച്ചിട്ടുള്ളതാണോ ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത്? അത് മനുഷ്യന്റെ ഹിതമല്ലേ? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ
എനിക്ക് നല്ല മാർക്ക് 10ാം ക്ലാസ്സിൽ കിട്ടാൻ സാധ്യതയില്ല, പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് എന്റെ ക്ലാസ് പറഞ്ഞു. കാരണം 107 ഡിഗ്രി ടെമ്പറേച്ചറിൽ ടൈഫോയിഡ് നിൽക്കുകയാണ്. ഫെബ്രുവരി മാസത്തിൽ തോൽക്കാനാണ് ഇഷ്ടമില്ലാതെ ഞാൻ പരീക്ഷ എഴുതിയ ശ്രമിച്ചു. കാരണം ഒരു വർഷം താഴെയുള്ള കുട്ടികളുമായി അടുത്ത വർഷത്തിൽ പഠിക്കാൻ എന്റെ ഈഗോ സമ്മതിക്കുന്നില്ല. 15 വയസ്സ് മാത്രം പ്രായമുള്ള എനിക്ക് അടുത്ത വർഷം എനിക്ക് 16 വയസ്സാകുമ്പോൾ 15 കൂടി ഇരുന്ന് പഠിക്കാൻ എന്റെ ഈഗോ സമ്മതിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നു എന്റെ ഹിതം എന്ന് പറയുന്നത് ആ വർഷം പരീക്ഷ എഴുതി 100 മാർക്ക് വാങ്ങുന്നതാണ്. പക്ഷെ ദൈവത്തിന്റെ ഹിതം അതായിരുന്നില്ല. ഞാൻ വൈദികനാകുമ്പോൾ 9 വയസ്സിൽ ഇളയവരോടൊപ്പമാണ് ഞാൻ വൈദികനായിരിക്കുന്നത്. 9 വയസ്സിൽ താഴെയുള്ളവരോടൊപ്പമാണ് ഞാൻ വൈദികനായിരിക്കുന്നത്. ഞാൻ കടന്നു പോകുന്നതല്ല ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത്. ഞാനൊരു ഡോക്ടറാകാനായിട്ട് ആഗ്രഹിച്ച വിഷയമാണ്. ഒരു 30,000 രൂപ ആ കാലത്ത് എന്റെ വീട്ടിൽ എന്റെ അപ്പായി പഠിക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഒരു ഡോക്ടറായി പറയുന്നത്. എന്റെ കുടുംബത്തിൽ അന്ന് പാപ്പനത്ത് തന്നത് ദൈവത്തിന്റെ ഹിതമാണ്. എനിക്ക് ചില രോഗങ്ങൾ അനുവദിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇങ്ങോട്ട് പോയപ്പോൾ എനിക്ക് കഴിഞ്ഞ മാസത്തെ 13 ദിവസത്തെ അലവൻസ് കിട്ടിയ പൈസ മാത്രമേ എന്റെ ബാങ്കിൽ ബാലൻസ് ഉള്ളൂ. അപ്പോഴേക്കാണ് ജിഷ എന്ന് പറയുന്ന പെണ്ണ് അവരുടെ മകൻ അച്ഛന് സ്കിന്നിന് ക്യാൻസറാണ്. ഭർത്താവ് ഉദരഭാഗങ്ങളിൽ ക്യാൻസറായി 1 വർഷം ചികിത്സിച്ചിട്ട് മരിച്ചിട്ട് 16 കഴിഞ്ഞിട്ട് 4 ദിവസമാണ് 20-ാം പൊക്കമാണ്. അപ്പോഴാണ് തന്റെ മകൻ സ്കിന്നിന് സോറിയാസിസ് പോലെ വന്നിരിക്കുന്ന സ്കിൻ. ഞാനത് പല പ്രാവശ്യം കണ്ടിട്ടുള്ളത്. കാരണം മകൻ ഈ അപ്പന്റെ കൂടെ 1 അല്ല 2 മകൾക്കും സെയിം ഡിസീസ് ആണ്. ഒരാളുടെ ഇപ്പോൾ വൈറസിന്റെ റിസൾട്ട് വന്നിട്ടുള്ളൂ, സ്കിൻ ക്യാൻസർ ആണ്. കിട്ടിയ പൈസ അതിനായിട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് സമാധാനത്തിൽ നിൽക്കുകയാണ്. ഇനിയും ടെസ്റ്റുകൾ പലതും നടക്കാറുണ്ട്. ജീവിതം മുഴുവനും ഇങ്ങനെ നിൽക്കുകയാണ്. മനുഷ്യരെ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ നന്മയൊന്നും വേലൊന്നും അടിക്കുകയല്ല, ഒന്നുമേ ചെയ്തിട്ടില്ല. വളരെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സഹോദരങ്ങളെ, നമ്മുടെ വിഷമങ്ങളും ഭാരങ്ങളും എല്ലാം ഇറക്കി വയ്ക്കുമ്പോഴും അനുഭവിക്കാൻ തയ്യാറായെങ്കിൽ ആയുസ് പ്രകാരം ഉണ്ടാകുമെന്ന് പറയുക. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് ആരും അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അങ്ങനെയുള്ളിടത്ത് സദസ്സിൽ അധികം ആളുകൾ കാണുകയില്ല. ജീവിക്കാനാണ് ഇഷ്ടം, ജീവിച്ചു തീർക്കാനാണ് ഇഷ്ടം. ഇനിയും 105 വയസ്സ് കഴിഞ്ഞാലും ആ സമയത്ത് തൊണ്ടയുടെ ഭാഗങ്ങൾ കിഴിച്ച് വീണ്ടും കുഴലിട്ട് അരിയാഹാരം മിക്സിയിൽ അടിച്ച് വീണ്ടും ഒരു 10 വർഷം കൂടി ജീവിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ജീവക്ഷാമം ജീവിപ്പിക്കും. ഇന്ന് ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു കുഞ്ഞ് വാർത്തയുടെ ഒരു പശ്ചാത്തലമാണ് ഷെയർ ചെയ്തത്. ഈ അവസാനം ഉള്ള കാലത്ത് നമുക്ക് ജീവിക്കാം, പുരാണോട് ചേർന്ന് ജീവിക്കാം. ദൈവത്തിന്റെ ഹിതം ജിഷ മനസ്സിലാക്കിയവരാണ്. തന്റെ മകൻ അച്ഛൻ ക്യാൻസറായി. കുമാരചക്രന് 3 മക്കളാണ്. ആകാശ്, അതുല്യ, ആദർശ്. 3 ബ്ലൈൻഡാണ്. ബ്ലൈൻഡിൽ ഒരെണ്ണത്തിന് ക്യാൻസർ. ഭാര്യ ബ്ലൈൻഡാണ്. അല്പം കാഴ്ചയുള്ള കുമാരൻ മാത്രം. അങ്ങനെയുള്ള വീഡിയോ അത്രയുണ്ടാവും. നമ്മൾ ഇവരുടെയൊക്കെ നടുവിലൂടെ നീങ്ങുകയാണ്. ഇപ്പോൾ പുതിയ മേഖലയിലേക്ക് വന്നിരിക്കുന്നു. മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ആരും അറിയാതെ രഹസ്യമായി ജീവിപ്പിച്ചിരിക്കുകയാണ്. ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഠിനമായ മാനസിക രോഗത്തിന് ഉള്ള വലിയ കുടുംബങ്ങളിലെ മക്കളെ MSc, ബയോകെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, ബിടെക്, എംടെക്, അങ്ങനെ പല തരത്തിലുള്ള ഡിഗ്രികളാണ് സമ്പാദിച്ചിരിക്കുന്നതാണ്. പക്ഷെ മാനസികമായ വലിയ വെല്ലുവിളികൾ തിരികെ വീട്ടിലേക്ക് വേണ്ട. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ തിരികെ വീട്ടിലുണ്ടാകുമ്പോൾ അപ്പൻ കണ്ണടയിൽ താത്തു വെച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞു, തിരികെ കൊണ്ടുവരിക.
അമ്മ പറഞ്ഞു അവളുടെ പേരിൽ കുറെ കൂടി പണമുണ്ട്, അത് എങ്ങനെയെങ്കിലും അവളുടെ നോമിനിയായിട്ട് അവളുടെ ആഗ്രഹം ഇരിക്കുന്നത്, അവനെ കിട്ടാതിരിക്കണമെന്ന് ആഗ്രഹം. കാരണം ഇവൾക്ക് യോഗമാണ് അറിഞ്ഞതിന് ശേഷം ഇന്നുവരെ പഠിച്ചിട്ടില്ല. പക്ഷെ അവൾ ഇപ്പോഴും നോമിനിയായിട്ട് ഏതാണ്ട് 14 ലക്ഷം രൂപയുടെ അയാൾ അവനെയാണ് വെച്ചിരിക്കുന്നത്. കുടുംബത്തിന്റെ സഹോദരങ്ങളെ, നോമിന്റെയും നെടുവീർപ്പുകളുടെയും നൊമ്പരങ്ങളുടെയും മരുഭൂമി അനുഭവങ്ങളുടെയും ദൈവഹിതമാരായേണ്ട സമയമാണ്. ദൈവത്തിന്റെ ഇഷ്ടമാരായേണ്ട സമയമാണ് ഈ തീർത്ഥാടനത്തിന്റെ നാളുകൾ. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അതിനാമേ പറയേണ്ട, അതാണ് ദൈവത്തിന്റെ ഹിതമെന്ന് സമർപ്പിക്കേണ്ട കാലമല്ല. ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കണം. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ സമാപനത്തിലേക്ക് വരികയാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 22-ാമത്തെ അധ്യായം, അവിടെ തന്റെ ഏകജാതനെ ബലിയർപ്പിക്കാൻ എത്തുന്ന അബ്രാഹത്തെ ചിത്രമുണ്ട്. അതിരാവിലെ കഴുതയ്ക്ക് ജീവിയിട്ടുകൊണ്ട് ഇസ്ഹാക്കിന്റെ ചുവലിൽ വിറകെടുത്ത് വെച്ചുകൊടുത്ത് ഇസ്ഹാക്കുമായിട്ട് മോറിയ മലയിലേക്ക് എത്തുന്ന അബ്രാഹാം. മോറിയ മലയിൽ എത്തിക്കഴിയുമ്പോൾ അപ്പന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇളപ്പയിൽ ചോദിക്കും, ബലിയർപ്പിക്കാനായിട്ടുള്ള വിറകുണ്ട്, അതിനുള്ള കത്തിയുണ്ട്, ബലിമൃഗങ്ങളുടെ. അപ്പൻ പറയും, ദൈവം നമുക്ക് തരും. മകനെ ബന്ധിച്ച് വിറകെടുക്കുന്ന മുകളിൽ എടുത്തു കഴിയുമ്പോഴേക്കും അവന്റെ മോർധാവിന് മുകളിൽ കത്തിയെടുത്ത് ഉയർന്നു നിൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഇടിനാഥ പോലെയുള്ള മുഴക്കം വരികയാണ്, സ്വരം വരികയാണ്. കുട്ടിയുടെ കത്തിരിക്കുന്നത് തൊട്ടടുത്ത് ഉള്ളിൽ കൊമ്പുടക്കി കിടക്കുന്ന കുഞ്ഞാടിനെ പകരം ഇസ്ഹാക്കിന് പകരം ബലിയർപ്പിക്കുക. ഇത് ഉൽപ്പത്തിയുടെ ചരിത്രം. ഇത് പൂർവ്വപിതാവായ അബ്രാഹത്തിന്റെ ചരിത്രം. ഇസ്ഹാക്കിന്റെ പേര് ഇതറിയാവുന്നതാണ് മറിയം. അവൾ പ്രാഥമിക പാഠങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. നമ്മേക്കാൾ നന്നായിട്ട് നിയമവും പ്രവചനങ്ങളും അറിയാവുന്നതാണ്. തോറയും കൃത്രിയും നിയമങ്ങളും പ്രവചനങ്ങളും നന്നായി പഠിച്ചിട്ടുള്ളവരാണ് മറിയം. അവൾക്കറിയാം അവസാന സമയം, അവസാന നിമിഷത്തിന്റെ നിമിഷാർത്ഥത്തിൽ ദൈവം ഇടപെട്ടു ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ. കാൽവരിയുടെ നെറുകയിൽ 3 ആടുകളിന്മേൽ തന്റെ അടിമസുതൻ 33-ാമത്തെ വയസ്സിൽ നിങ്ങൾ തൂങ്ങിക്കിടക്കുമ്പോൾ അവസാനത്തെ ആശ്വാസം ഉതിർന്നു വീഴുന്നതിന് പകരം ദൈവത്തിന്റെ ഒരു അശരീരി ഉണ്ടാകാതിരിക്കില്ല എന്നൊരു ന്യായമായി ചിന്തിച്ചില്ല. ദൈവം ജീവനോട് തിരികെ പകരം മുള്ളുകൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന 3-ാമത് കുഞ്ഞാടില്ല. ഇതാണ് അവസാനത്തെ കുഞ്ഞാട്. ലോകത്തിന്റെ ഭാഗമായിരുന്ന ദൈവത്തിന്റെ അവസാനത്തെ കുഞ്ഞാടിലാണ്. ബലിയർപ്പകനും ബലിമൃഗവും ഒരുവരുന്നത്. He is the last Lamb of God. ദൈവത്തിന്റെ കുഞ്ഞാണ് അവസാനത്തെ കുഞ്ഞാട്. ആ കുഞ്ഞാടിന്റെ ചേർന്നേറ്റ മാസപിണ്ഡം യഹൂദ പരീക്ഷകൾ ഭക്തിമാർ ജനപ്രമാണികൾ കുരിശിന് താഴേക്ക് ഇറക്കി അമ്മയുടെ അടുക്കലേക്ക് വാരിയെടുക്കുമ്പോ അമ്മ തന്റെ പ്രിയസുതനെ നെഞ്ചകത്തോട് ചേർത്ത് പിടിച്ചിട്ട് അമ്മ ദൈവത്തിന്റെ കാതിൽ പറയുന്ന വിധം അവളെ ഇങ്ങനെ ഉച്ചരിച്ചിട്ടുണ്ടാകും. ഇതാ കർത്താവിന്റെ ദാസി. മംഗളവാർത്തയിൽ അവൾ ഉരുവിട്ടത് കാൽവരിയിൽ ഓടാച്ചു. അല്ല, മംഗളവാർത്ത മുതൽ കാൽവരി വരെയും കാൽവരിയെ തുടർന്ന് ഉദ്ധാരപൂർവ്വം സ്വർഗ്ഗാരോഹണമേലും പന്തക്കുസ്താൻ ആലയമേലും അവൾ ഒരേപോലെ സങ്കീർത്തനം പോലെ അവൾ വിട്ടുകൊണ്ടിരുന്നു. ഇതാ കർത്താവിന്റെ ദാസി. തന്റെ കുഞ്ഞിനെ ജീവനോടെ തിരികെ കിട്ടാത്ത സമയത്തും നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറയുന്നതിന്റെ പേരാണ് തിരുഹിതം എന്ന് പറയുന്നത്. ഈ ഹിതം ആരാധന, ഈ ഹിതത്തിനുള്ളിൽ ആരും പറയുക അതെന്ത് തന്നെയായിക്കോട്ടെ.
സന്തോഷമാകാം, സങ്കടമാകാം. ഒരുപക്ഷെ ഈ തവണത്തെ ഈ നോമ്പിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ പാലിനോമ്പിലേക്ക് എത്തുകയാണ്. ചിലപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പമുണ്ടായിരുന്ന ചില പ്രിയപ്പെട്ടവരില്ല, മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, കൊച്ചു കുഞ്ഞുങ്ങളാകാം, മക്കളാകാം, പെൺകുട്ടികളാകാം. ചിലർക്ക് ഇല്ലാതെ വരുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവില്ല. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വേർപിരിഞ്ഞു പോയ ചിലരെ കുറിച്ചുള്ള ഓർമ്മകൾ ഇന്ന് നമ്മളെല്ലാം ഭാരപ്പെടുത്തുന്നുണ്ടാകാം. സഹോദരൻ, ദൈവത്തിന്റെ ഹിതം ആരാധന സമയമാണ് നോമ്പുകാലം. നോമ്പുകാലത്ത് ബഹളം ചൂട് കാണരുത്, വലിയ തിരക്കുകളൊന്നും കൂടരുത്, ശാന്തമായിട്ടിരിക്കണം. അവസാനത്തെ പ്രാണം കഴിഞ്ഞിട്ട് ശാന്തമായി ഉരുവുമലയിലേക്ക് യാത്ര ചെയ്തില്ലേ, അവനോടൊപ്പം ഒരു സഹയാത്രികനായി മാറുന്നതിന്റെ പേരാണ് തീർത്ഥാടനം ചെയ്യുക എന്ന് പറയുന്നത്. അവനോടൊപ്പം യാത്ര ചെയ്യുന്ന സമയമാണ്. അങ്ങനെയാവട്ടെ, ഈ നോമ്പുകാലത്തെ ഓരോ ആഴ്ചയും നിങ്ങളുടെ വിശുദ്ധ വഴികളും പീഡാനുഭവ ആഴ്ചയിലെ നിങ്ങളുടെ തീർത്ഥാടനങ്ങളും ഇവിടെയുള്ള പീഡാനുഭവ വാരത്തിലെ ഓരോ ശുശ്രൂഷകളും കർത്താവിന്റെ സഹയാത്രികരാകുന്ന ഒരു വലിയ ഭാവം അത് സ്വന്തമാക്കാൻ ഈശോ ക്രൂശിതനായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ പീഡാനുഭവങ്ങളെ ഉയരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കർത്താവിന്റെ പുസ്തകത്തിൽ ഉയരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനുഷ്യാവതാരം മുതൽ വെളിപാട് വരെ ഇങ്ങനെ ഉയരുന്നുണ്ട്. നീ എവിടെയാണ്? നിന്റെ സഹോദരൻ എവിടെയാണ്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് അടിച്ചത്? ഒരുപാട് ഇന്ററോഗേഷൻസ്, ഒരുപാട് ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ തലച്ചോറില്ല, ചങ്കിൽ കൂടി വന്ന് തോന്നിയാണ്. അതിന്റെ പേരാണ് മുറിപ്പാട് തിരുഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുക എന്ന് പറയുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ഒരുപക്ഷെ എന്നോട് ചോദിക്കുന്നത് ഒരേ ഒറ്റ ചോദ്യമായിരുന്നു, മോഹൻ നീ എവിടെയാണ്? കാണപ്പെടുമ്പോൾ നിന്റെ പൗരവേദിയിൽ നിന്നുള്ള നിലനിർത്തണം. നിന്റെ പൗരവേദി ജീവിതത്തിൽ നീ എവിടെയാണ്? നിന്റെ 50 വയസ്സുകളുടെ ജീവിതത്തിൽ നീ എവിടെയാണ്? നിന്റെ പുരുഷ ജീവിതത്തിൽ നീ എവിടെയാണ്? നിന്റെ വേർതിരിക്കപ്പെട്ട ജീവിതത്തിൽ നീ എവിടെയാണ്? നിന്റെ അജവാന്റെ ജീവിതത്തിൽ നീ എവിടെയാണ്? ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത മാനസിക രോഗികൾക്ക് വേണ്ടിയുള്ള ജീവിതത്തിൽ നീ എവിടെയാണ്? ഒരു രാത്രി പോലും ഉറങ്ങാൻ കഴിയാതെ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് പോകുന്ന ഓട്ടിസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നീ ഇപ്പോൾ എവിടെയാണ്? പേര് മാറ്റി നമ്മളോട് നമ്മുടെ പേരിൽ ചേർക്കുന്നത് നീ എവിടെയാണ്? അതിരാവിലെ എഴുന്നേറ്റ് ഇത്രത്തോളം ഉള്ളതിന്റെ ജീവിതത്തിന്റെ സായാഹ്നം ചോദിക്കുക, നീ ആരെ അന്വേഷിക്കുന്നത്? നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? യുദാസ് നിൽക്കുന്ന വേദിയിൽ ഉന്നമിച്ചുകൊണ്ടല്ലേ ചോദിക്കുന്നത്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? ആർക്കു വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ പരക്കം പാച്ചു മുഴുവൻ? നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? എന്തിനാണ് നിന്നെ അടിച്ചത്? ഉദാഹരണത്തിന്റെ സമയത്ത് മക്കളെ വിശ്വസിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? എല്ലാ സങ്കടങ്ങളും ഭാരങ്ങളും കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ സ്വകാര്യ സഭകളിൽ വസിക്കുന്നവരെന്ന് ദിവ്യകാരുണ്യമായിരുന്നു.